സോ ഇറ്റലി നമുക്ക് പറയാം കഴിഞ്ഞൊരു 2-3 വേൾഡ് കപ്പ് ആയിട്ട് അവർ വേൾഡ് കപ്പിലോട്ട് പോലും ക്വാളിഫൈ ആയിട്ടില്ല. ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ 2-3 2018, 22, 26 ഇത് മൂന്നിലും അവർ വേൾഡ് കപ്പിലോട്ട് പോലും ക്വാളിഫൈ ആയിട്ടില്ല. ഇറ്റലി എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ കാണുന്നൊരു ടീമല്ല. ദാറ്റ് ടീം ഹാസ് ആൻ ഹെറിറ്റേജ്. ഓക്കെ, അവർ ബ്രസീൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് അടിച്ചിട്ടുള്ളൊരു ടീം എന്ന് പറയുന്നത്, ഒരു നാഷണൽ ടീം എന്ന് പറയുന്നത് ഇറ്റലിയും പിന്നെ അതുപോലെ തന്നെ ജർമ്മനിയുമാണ്. 4 വേൾഡ് കപ്പ് ഉണ്ട് അവർക്ക്. 2006 അവർ കപ്പടിച്ചിട്ട് ഇപ്പോൾ 20 കൊല്ലമായി. 2006 ലാസ്റ്റാണ് അവർ ചാമ്പ്യൻസ് ആയത്. അപ്പോൾ ഇത്രയും ഹെറിറ്റേജ് ഉള്ള ഒരു ടീം ഇപ്പോൾ വൻ ക്രൈസിസിലൂടെയാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല കോമൻസും വരുന്ന കാര്യം എന്ന് പറയുന്നത് ഇനി അവർ അടുത്ത വേൾഡ് കപ്പും വരാൻ പോകുന്നില്ല. കാരണം അവിടുത്തെ ഇപ്പോൾ മൽഡീനി അവിടെ ഡയറക്ടറായിട്ടുണ്ടായിരുന്നു, പിന്നെ അതുപോലെ ലിയനാർഡോ അവിടെ ഒരു മാനേജ്മെൻറ്റ് ടീമിലുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ റെസിഗ്നേഷൻ ചെയ്ത് പോയി. ആദ്യം പിർലോനെ കോച്ചാക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നെ അത് മാറ്റിയാണ് ഇപ്പോൾ വേറെ ആരെയോ കോച്ച് ചെയ്തു. പണ്ടുണ്ടായിരുന്ന ഏതൊരു കോച്ചിനെ കൊണ്ട് വീണ്ടും ആ കോച്ചിനെ തന്നെ വീണ്ടും ഹയർ ചെയ്തു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷനിൽ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. പിന്നെ എൻ്റെ കോണ്ടന്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാം, ഇറ്റലി അവർ മൊത്തത്തിലൊരു അഴിച്ചുപണി നടത്താൻ തന്നെ പൗളോ മൽഡീനിയും ലിയനാർഡോയും തീരുമാനിച്ചിരുന്നു. മൽഡീനിയാണ് ഡയറക്ടർ. അവർ മൊത്തത്തിൽ ഈ ഒരു ടീമിലൊരു അഴിച്ചുപണി, അവർക്ക് മെയിനായിട്ട് വേണ്ടത് കോച്ചായിട്ട് വേണമെന്ന് ആഗ്രഹമുള്ളത് പെപ് ഗാർഡിയോള, കാർലോ ആൻസലോട്ടി ഓൾറെഡി ഒരു ഇറ്റാലിയൻ കോച്ചാണ്. ഈസ് എ ലെജൻഡറി ഇറ്റാലിയൻ കോച്ച്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുള്ളി റയൽ മാഡ്രിഡിൽ നിന്ന് നേരെ ബ്രസീലിലോട്ട് പോയി. ബ്രസീലിൽ ഓൾറെഡി പുള്ളി അവിടെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ 2030 വരെ ബ്രസീലിൽ ഉണ്ടാവും എന്നുള്ള കാര്യം പുള്ളി അവിടെ കൺഫേം ചെയ്ത് കഴിഞ്ഞു. പുള്ളി ഇറ്റലിയിലോട്ട് വരുന്നില്ല എന്നുള്ള കാര്യം കൺഫേം ആയി. അപ്പോൾ കാർലോ ആൻസലോട്ടി ഇത് ഇറ്റാലിയൻ ലെജൻഡറി കോച്ചിനെ അവർക്ക് കിട്ടില്ല എന്നുള്ള കാര്യം കൺഫേം ആയി. പിന്നെ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് പെപ് ഗാർഡിയോളയായിരുന്നു. മൊയച്ചു നിന്നിരുന്ന കുറേ പേര് എന്ന് പറയുന്നത്, ഒരു വലിയൊരു പേര് എന്ന് പറയുന്നത് പെപ് ഗാർഡിയോളയായിരുന്നു. പെപ് ഗാർഡിയോള വരുന്നു, വേൾഡ് കപ്പിലോട്ട് ക്വാളിഫൈ ചെയ്യിപ്പിക്കുന്നു, അടുത്ത വേൾഡ് കപ്പ് നേടുന്നു. ആ ഒരു പ്ലാൻ ആയിരുന്നു കംപ്ലീറ്റ് അവർക്ക് ഉണ്ടായിരുന്നു. സിറ്റിയിൽ നിന്നാണ് ഈ പെപ് ഗാർഡിയോള ഇറങ്ങുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ് ഗാർഡിയോള ഈ ഒരു സമ്മറിൽ എവിടെയും ജോയിൻ ചെയ്യുന്നില്ല. ചിലപ്പോൾ മേ ബി ഫ്യൂച്ചറിൽ ജോയിൻ ചെയ്തേക്കാം. ഈ ഒരു സമ്മറിൽ എന്തായാലും എവിടെയും ജോയിൻ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പെപ് ഗാർഡിയോളയുടെ കാര്യം കൺഫേം ആയി. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് പെപ് ഗാർഡിയോളയില്ല, കാർലോ ആൻസലോട്ടി ഇല്ല. ഇവർ രണ്ടുപേരായിരുന്നു മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ, മൽഡീനി ആൻഡ് ടീമിൻ്റെ. ഓക്കെ, പിന്നെ അവർക്ക് അത് രണ്ടും കിട്ടില്ല എന്നുള്ള കാര്യം കൺഫേം ആയി. പിന്നെ അവർ നേരെ എന്ത് ചെയ്തു, ആൻഡ്രേ പിർലോ, ഓക്കെ, ഒരു ലെജൻഡറി കോച്ചാണ്, യുവൻറ്റസിൻ്റെ ഒക്കെ കോച്ചായിട്ടുണ്ട് പുള്ളി. ആൻഡ്രോ പിർലോനെ ലെജൻഡറി കോച്ച് മീൻസ് പുള്ളി ഒരു ലെജൻഡറി പ്ലെയർ ആണ്, പിന്നെ ലെജൻഡറി പ്ലെയർ കം കോച്ച്. ഓക്കെ, പുള്ളീനെ ഇവർ മുട്ടി, ഓക്കെ, മീറ്റ് ചെയ്തിട്ട് പുള്ളിയോട് ഏകദേശം സംസാരിച്ച് പുള്ളി ഒരു ക്ലബിനെ ഓൾറെഡി അവിടെ കോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ക്ലബിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ടെർമിനേറ്റ് ചെയ്ത് പുള്ളി ഇവിടെ വന്ന് ജോയിൻ ചെയ്യാം. ഓൾമോസ്റ്റ് സൈനിങ്ങിലെത്തി. മറ്റേ ഫെബ്രിസിയോ റൊമാനോ ഹിയർ വി ഗോ ഒക്കെ എത്തും. ഓക്കെ, ഫെബ്രിസിയോ റൊമാനോ എന്ന് പറഞ്ഞത് ഇറ്റാലിയയിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ്. പുള്ളിക്ക് അവിടുത്തെ സാധനങ്ങളാണ് പെട്ടെന്ന് നമുക്ക് ഇവിടെ എത്താം. അപ്പോൾ പുള്ളി ഹിയർ വി ഗോ ഒക്കെ ഇട്ട് കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞ ദിവസം കേൾക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആൻഡ്രോ പിർലോ ഹെഡ് കോച്ചായി ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഹെഡ് കോച്ചായിട്ട് വരില്ല എന്നുള്ള കാര്യമാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയോ? ഇപ്പോൾ ഈ ഒരു മൽഡീനി മാനേജ്മെൻറ്റ് ടീമിലുള്ളതാണ് ഡയറക്ടർ. ഇവരുടെ മുകളിൽ ഒരാളുണ്ട്, പ്രസിഡന്റ്, ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ്. പുള്ളി പറഞ്ഞു ആൻഡ്രേ പിർലോനെ സൈൻ ചെയ്യാൻ പറ്റില്ല, കാരണം പുള്ളിക്ക് റഷ്യൻ ബെറ്റിംഗ് ടീമുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരാളെ ഇവിടെ ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ നാഷണൽ ടീമിൻ്റെ ഹെഡ് കോച്ചായിട്ട് സൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് പ്രസിഡന്റ് പറഞ്ഞു. അതെന്താണ് അതിൻ്റെ ബാക്കിലുള്ള കളിയൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ആ പ്രസിഡന്റിന് ആൻഡ്രോ പിർലോനെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അതോ പുള്ളിയെ കോച്ചാക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണോ എന്താണോന്നൊന്നും അറിയില്ല. ആൻഡ്രോ പിർലോനെ കോച്ചാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പ്രസിഡന്റ് തറപ്പിച്ച് തന്നെ പറഞ്ഞു. സോ ആ ഡീല് കംപ്ലീറ്റ്ലി ഓഫായി. മാൽഡീനിക്കും പിന്നെ അതുപോലെ ലിയനാർഡോ ഈ രണ്ട് പേർക്കും ഈ ഒരു ഡിസിഷൻ തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർ പിർലോനെ വെച്ച് ഓൾറെഡി പ്ലാൻ വെച്ച് ഏതാണ്ട് സൈനും കാര്യങ്ങളൊക്കെ ഏതാണ്ട് നടത്തിയതുപോലെയാണ്. അവരുടെ വാക്കിന് യാതൊരുവിധ വിലയില്ലാത്തതുപോലെയാണ് അവർക്ക് തോന്നിയത്. സോ അവരെന്ത് ചെയ്തു, മൽഡീനിയും ലിയനാർഡോയും ഡയറക്ടറും പിന്നെ അതുപോലെ ഈ മാനേജ്മെൻറ്റ് സ്ഥാനത്ത് നിന്നും അവരങ്ങോട്ട് ഇറങ്ങിപ്പോയി, കംപ്ലീറ്റ്ലി പോയി. ഓക്കെ, ഇനി അവർ ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ടീമുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഓക്കെ, അങ്ങനെയായി. ഓക്കെ, ഇത്രയും ഒരു ബാക്കിൽ ഇത്രയും ഒരു മോശം സിറ്റുവേഷൻസിലൂടെയാണ് ഇറ്റലി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ആ പ്രസിഡന്റ് വേറെ ഏതൊരു കോച്ച്, ആ കോച്ചിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഇവിടെ സൈഡിൽ വെക്കാം. പുള്ളി മുമ്പ് ഉണ്ടായിരുന്ന ഇറ്റാലിയൻ കോച്ചിനെയാണ്, പുള്ളിയെ ഹയർ ചെയ്തു. പുള്ളിയാണ് ഇപ്പോഴത്തെ ഹെഡ് കോച്ച്. പിന്നെ അതുപോലെ മൽഡീനെ റീപ്ലേസ് ചെയ്ത് വേറൊരു ഡയറക്ടറിനെയും വെച്ചു. ഓക്കെ, റീപ്ലേസ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്, പക്ഷേ ആ ഒരു ക്വാളിറ്റിയിലൊക്കെ കിട്ടും എന്നുള്ളതൊക്കെ ഡൗട്ട് തന്നെയാണ്. പല കോമൻസ്, അതാ ഞാൻ പറഞ്ഞത്, പല കോമൻസും വരുന്നുണ്ട് 2030 വേൾഡ് കപ്പും ഇറ്റലി ഇനി ക്വാളിഫൈ ആവില്ല. ആ ഒരു സിറ്റുവേഷൻസിലൂടെയാണ് ഇപ്പോൾ കറൻലി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റലിയെ പോലത്തെ ഒരു ഫുട്ബോൾ ഫെഡറേഷൻ ടീം ഇങ്ങനെ ആവുന്നത് കാണുന്നത് നമുക്കത്ര പിടിക്കുന്ന കാര്യമില്ല. കാരണം അതൊരു ഹെറിറ്റേജുള്ള ടീമാണ്. വൺ ഓഫ് ദ 2020 യൂറോ ചാമ്പ്യൻസ് ആണ് അവർ. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഇവരിങ്ങനെയൊക്കെ ആവുന്നത് കാണുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഇതില്ല, ആ ഒരു ജയൻ ടീമിൽ വന്ന് ഈ ഒരു വേൾഡ് കപ്പിലൊക്കെ കോമ്പീറ്റ് ചെയ്യണം, അതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ പറയാൻ പറ്റില്ല, മേ ബി ഫ്യൂച്ചറിൽ പെപ് ഗാർഡിയോള കോച്ചായേക്കാം, വേറെ ആരും വന്ന് കണ്ടും കോച്ചാവും, എന്തും സംഭവിക്കാം. ഓക്കെ,
പിന്നെ ഇത്രയൊക്കെയാണ് എനിക്ക് ഇറ്റലിയുടെ കാര്യം പറയാനുള്ളത്. പിന്നെ എൻ്റെ കോൺടെന്റ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. താങ്ക് യു സോ മച്ച്.